ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഫേസ് പൗഡറാണ് കേട്ടോ. ടാൽക്കം പൗഡറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലധികം ടാൽക്കാണ്. അത് അത്ര നല്ലതല്ല സ്കിന്നിനും അതുപോലെ തന്നെ ലങ്സിനും. അതിൽ ചേർത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാത്രമാണ്. സാൻഡലോ ഒന്നും തന്നെ അതിൽ അടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് നല്ലൊരു ഫേസ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ നമ്മുടെ പഫും ബോക്സും കൂടി ഉള്ളതുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തു ആദ്യം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെ സാൻഡൽവുഡിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ പൗഡറാണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് നല്ല ഫൈനായിട്ടുള്ള സാൻഡൽവുഡ് പൗഡർ മാത്രം എടുക്കാം, അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി പൗഡർ മാത്രമായിട്ടും എടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇതുപോലെ അടച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഫേസ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഫൈനായിട്ടുള്ള പൗഡർ തന്നെയാണ് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള കോൺഫ്ലോർ നമ്മുടെ സ്കിന്നിലെ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നല്ല മിനുസുമായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സാൻഡലാണെങ്കിലും മുൾട്ടാനി മിട്ടി ആണെങ്കിലും ആക്നി ഒക്കെ വരുന്നത് തടയാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമുക്കപ്പോൾ ഈ കോമ്പാക്ട് പൗഡറോ അതുപോലെ പ്രസ്ഡ് ആയിട്ടുള്ള ഫേസ് പ്രസ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് അലോവേര ജെല്ലെടുത്ത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്നിൽ. നല്ലപോലെ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൗഡർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഫൗണ്ടേഷനൊക്കെ ഇട്ടൊരു ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. സ്കിന്നിനനുസരിച്ച് നമുക്ക് ഈ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ കോഫി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഡാർക്ക് സ്കിന്നുള്ളവർക്ക്. അപ്പോൾ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല മാറ്റ് ഫിനിഷിൽ കിട്ടുന്നുണ്ട്. ഒട്ടും ഇങ്ങനെ ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫൈൻ പൗഡറാണ് കേട്ടോ. വളരെ ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തെ ആക്നീസ് ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. കുട്ടികൾക്കാകുമ്പോൾ മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഫേസ് ഓൾറെഡി ഓക്കെ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പഫ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് DIY ആയിട്ട് നമുക്ക് ഇങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് യാതൊന്നുമില്ലാത്ത ഈ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കണം. കുട്ടികൾക്കാണെങ്കിൽ ഇതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ അറിവ് അറിയില്ലാത്തവർക്ക് ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ടേക്ക് കെയർ, ബൈ.